ഈശോയിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ, നിങ്ങൾക്ക് ദിനംപ്രതി പുതുതായി ലഭിക്കുന്ന ദൈവാനുഗ്രഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഓരോ പുതിയ വാസ്തവവും ഒരു ദൈവവരമാണ്. അതിനെ നന്ദിയോടെയും വിനയത്തോടെയും സ്വീകരിച്ച് ദൈവഹിതത്തിലേക്ക് നമ്മുടെ ദിനങ്ങൾ നയിക്കാനുള്ള കരുണയും ഊർജവും നമുക്ക് ദൈവവചനം പകരുന്നു. ഇന്ന് തിരുസഭ സത്യത്തിന്റെ ഉജ്ജ്വല ശബ്ദമായ വിശുദ്ധ ഡൊമിനിക്കിനെ ഓർമ്മിക്കുന്നു. കർത്താവിന്റെ നായ്ക്കൾ എന്നറിയപ്പെട്ടിരുന്ന ഡൊമിനിക്കൻ സഭയുടെ സ്ഥാപകനായ അദ്ദേഹം അന്ധകാരമുള്ള ലോകത്തേക്ക് സുവിശേഷത്തിന്റെ ദീപമായി പ്രവേശിച്ച വിശുദ്ധനാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദൈവവചനവും നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രകാശം പരത്തുന്നു. ജീവിതത്തിൽ നമ്മളെ മുക്കുന്ന പല ഭാരങ്ങളുമുണ്ട്. രോഗങ്ങൾ, കടങ്ങൾ, തകർന്ന ബന്ധങ്ങൾ, ആത്മവേദനകൾ. ഓരോരുത്തരുടെയും കുരിശുകൾ വ്യത്യസ്തമാണെങ്കിലും അവ ചുമക്കുമ്പോൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിന് ഒരേ സ്വഭാവമാണ്. എന്നാൽ ഇന്നത്തെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം മുമ്പ് നമ്മിൽ ചെയ്ത അത്ഭുതങ്ങൾ ഓർക്കുമ്പോൾ ആ ഓർമ്മകൾ നമ്മുടെ പ്രത്യാശയ്ക്കായി മാറുന്നതിന്റെ സത്യമാണ്. ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന് മനസ്സിലായാൽ ഏറ്റവും കഠിനമായ കുരിശുകളും നമ്മൾ ഭരിക്കാനാകുന്ന തരത്തിൽ മാറുന്നു. ഈ സത്യങ്ങളിലേക്കുള്ള അതിമനോഹരമായ ദിവ്യയാത്രയിൽ പ്രാർത്ഥനയോടെ നമുക്ക് കടക്കാം. ഇന്ന് നമ്മുടെ ആദ്യ വായനയായി നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള 4-ാം അധ്യായത്തിലെ 32 മുതൽ 40 വരെയുള്ള ശക്തമായ വാക്കുകൾ നമ്മെ സമ്പൂർണമായി ആഴത്തിൽ കുലുക്കുന്ന ഒരു സന്ദേശമാണ്. വാഗ്ദത്ത ഭൂമിയുടെ വാതിലിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനങ്ങളെ മോശയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ അതിമനോഹരമായ കരുണയെയും അതുല്യ ശക്തിയെയും ഓർക്കുന്നു. മോശെ അവരോട് ചോദിക്കുന്നു, സൃഷ്ടിക്കലിന്റെ ആദ്യഘട്ടത്തിൽ നിന്നാരംഭിച്ച് ആകാശത്തിന്റെ അറ്റങ്ങളിൽ വരെ തിരഞ്ഞു നോക്കൂ. ഇതുപോലൊരു അത്ഭുതം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവം അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് നേരിട്ട് സംസാരിക്കുന്ന ശബ്ദം കേട്ടവരും അതിനുശേഷവും ജീവനോടെ നിലകൊണ്ടവരുമുണ്ടോ? നിങ്ങൾക്കായി ദൈവം ഈജിപ്തിൽ നടത്തിയ മഹാമാരികളും അത്ഭുതങ്ങളും അതിശക്തമായ പ്രവൃത്തികളും കണ്ടില്ലേ? ഒരു ജനതയെ മറ്റൊരാളുടെ ഇടയിൽ നിന്ന് കരബലത്താൽ വിടുവിച്ചു കൊണ്ടുപോകാൻ ഒരിക്കൽ പോലും മറ്റേതെങ്കിലും ദൈവം ശ്രമിച്ചതുണ്ടോ? ഇതെല്ലാം നിങ്ങൾക്ക് കാണിക്കപ്പെട്ടത് ഒരേയൊരാൾ ദൈവമാണെന്നും അവിടുന്നൊഴികെ മറ്റാരുമില്ലെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതിനാണ്. ദൈവം നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതിനാൽ അവരുടെ സന്താനങ്ങളായ നിങ്ങളെ തിരഞ്ഞെടുത്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി ആകാശത്തുനിന്ന് തന്റെ ശബ്ദം കേൾപ്പിക്കുകയും ഭൂമിയിൽ തന്റെ അഗ്നി കാണിക്കുകയും ചെയ്തു. ആ ദൈവിക സ്നേഹത്തിന്റെ ശക്തിയാണ് നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. ചോദിക്കുവിനെന്ന് മോശ പറഞ്ഞു. അതായത്, നിങ്ങൾ നേരിട്ടനുഭവിച്ച ദൈവത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കൂ. മറ്റാരും കണ്ടിട്ടില്ലാത്ത അതുല്യ അനുഭവമാണ് അത്. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് ദൈവം സംസാരിച്ച ശബ്ദം അവരുടെ കാതുകളിൽ പെട്ടുവെന്നും ആ മഹത്തായ ദൃശ്യത്തിന് സാക്ഷികളായി അവർ ജീവനോടെ നിലകൊണ്ടതുമാണ് അത്ഭുതം. ദൈവത്തിന്റെ മഹത്വത്തിനും പരിശുദ്ധിക്കും മുമ്പിൽ നിലനിൽക്കാൻ മനുഷ്യൻ ആരാണ് യോഗ്യൻ? എന്നാലും ദൈവം അവരുടെ ഹൃദയത്തിലേക്ക് അരുൾ പകർന്നു അവരെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. മോശയുടെ 2-ാം ഓർമ്മപ്പെടുത്തൽ കൂടുതൽ തീവ്രമാണ്. ഈജിപ്തിൽ നിന്നുള്ള മോചനം ദൈവം നടത്തിയ ഒരു അമൂല്യമായ തിരഞ്ഞെടുപ്പാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആൾക്കൂട്ടങ്ങളിൽ നിന്ന് അവരെ വേറിട്ടു നിർത്തി സ്വന്തമാക്കിയവരായി സ്വീകാര്യമായി മാറ്റിയത് ദൈവത്തിന്റെ അതിജീവ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. അതിനു പിന്നിൽ അവരുടെയോ കഴിവോ യോഗ്യതയോ അല്ല, മറിച്ച് അവരുടെ പിതാക്കന്മാരെ ദൈവം സ്നേഹിച്ചതിനാലാണ് ആ തിരഞ്ഞെടുപ്പ് ഉണ്ടായത്. ഈ സ്നേഹമാണ് എല്ലായ്പ്പോഴും ദൈവിക പ്രവർത്തനങ്ങളുടെ ആധാരം. അതിൽ വിശ്വാസമുണ്ടെങ്കിൽ ജീവിതം വെളിച്ചത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഈ ഓർമ്മിപ്പിപ്പിന്റെ പിന്നിലെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. കർത്താവാണ് ദൈവം, അവനല്ലാതെ മറ്റൊരാളുമില്ല എന്ന അത്യന്തം ശക്തമായ സത്യം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണമെന്നതാണ് മോശയുടെ ആഗ്രഹം. സ്നേഹിതങ്ങളെ, ഈ വചനങ്ങൾ ഇന്നത്തെ നമുക്കായി ദൈവം സംസാരിക്കുന്നതാണ്. ജീവിതത്തിന്റെ തിരികെ വഴികൾ. പക്ഷേ ഇന്നത്തെ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ നാം എത്ര പെട്ടെന്ന് ആ സ്മരണകൾ മറക്കുന്നു. പ്രശ്നത്തിന് മുന്നിലായി നാം പലപ്പോഴും ശക്തിഹീനരായിത്തീരുന്നു. അതുകൊണ്ടാണ് മോശയുടെ ആഹ്വാനം ഇപ്രകാരമാകുന്നത്:
നിങ്ങളുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കൂ, ദൈവം നിങ്ങളിൽ ചെയ്ത അത്ഭുതങ്ങൾ ഓർക്കൂ. ആ ഓർമ്മകളാണ് നിങ്ങളെ മുന്നോട്ടുള്ള വഴികളിലേക്ക് ശക്തിയോടെ നയിക്കുന്ന വെളിച്ചം. അതാണ് ഈ ദിവസം നമ്മെ വചനത്തിലൂടെ അനുഭവിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഓർമ്മയുടെ പ്രകാശത്തിൽ നമുക്ക് ഈ ദിവസവും ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കാം, അതിൽ ജീവിക്കാം. മോശയുടെ ഓർമ്മപ്പെടുത്തലിൽ നമുക്ക് കാണുന്ന ദൈവാനുഭവങ്ങളുടെ പ്രകാശത്തിൽ യഥാർത്ഥ ശിഷ്യത്വം എന്താണ് എന്നതിലേക്ക് നമ്മെ നയിക്കുകയാണ് ഈശോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങൾ ഈശോയുടെ ശബ്ദത്തിലൂടെയും ഹൃദയത്തിലൂടെയും നമുക്ക് മനസ്സിലാകുന്ന അവന്റെ ക്ഷണമാണ്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം തന്നെ പരിത്യജിക്കണം, തന്റെ കുരിശുമേറ്റു എന്നെ പിന്തുടരണം. ഈ വാക്കുകൾ വെറും ആധ്യാത്മിക പ്രസംഗമല്ല, മറിച്ച് ജീവിതത്തിന്റെ യഥാർത്ഥ സമർപ്പണ പാഠമാണ്. ഏത് കാലഘട്ടവും ഏത് തലമുറയും ഏറ്റെടുക്കേണ്ടിയിരിക്കുന്ന ഏറ്റവും ശക്തമായ ക്ഷണമാണിത്. ഈശോ പറഞ്ഞതുപോലെ, ജീവൻ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നാം ജീവിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നഷ്ടപ്പെടും. എന്നാൽ അവന്റെ നാമത്തിൽ നമ്മുടെ ആത്മാവിനെ സമർപ്പിച്ചാൽ അതിലൂടെ പ്രിയരെ, ഈശോയുടെ വചനങ്ങൾ നമ്മുടെ സ്വാഭാവിക ചിന്താഗതികൾക്കും ലോകമൂല്യങ്ങൾക്കും നേർവിപരീതമാണ്. ലോകം ഞങ്ങളോട് പഠിപ്പിക്കുന്നത് വിജയത്തിനായി, സുഖത്തിനായി, സ്വന്തം നേട്ടങ്ങൾക്കായി ജീവിക്കാനാണ്. പക്ഷേ ഈശോ അതിനോട് വിരുദ്ധമായി പറയുന്നത്, യഥാർത്ഥ ജീവിതം കണ്ടെത്താൻ ആദ്യം തന്നെ നമ്മളെ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടെന്നാണ്. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഇടഞ്ഞുമാറാത്ത സത്യവും ആഴമുള്ളതുമായ ആഹ്വാനവും. നാം ഈ വചനത്തെ 3 ഘട്ടങ്ങളായി ആലോചിക്കാം. ഒന്നാമത്, തന്നെ പരിത്യജിക്കുക. അതിന്റെ അർത്ഥം നമ്മുടെ സ്വയം അവഗണനയോ കഴിവുകൾ ഇല്ലാതാക്കലോ അല്ല, മറിച്ച് ജീവിതത്തിന്റെ മധ്യബിന്ദുവിൽ ഞാനെന്ന അവകാശത്തെ മാറ്റി അതിനു പകരം ദൈവം എന്ന സത്യത്തെ സ്ഥാപിക്കുക എന്നതാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. നമ്മുടെ ആഗ്രഹങ്ങളും പദ്ധതികളും പ്രസക്തിയുള്ളവതാണെങ്കിലും അവയെ അതിജീവിക്കുന്നതും അഭിമുഖീകരിക്കുന്നതുമായ ദൈവത്തിന്റെ ഇഷ്ടം എവിടെയാണ് എന്നു അന്വേഷിച്ച് അതിന് മുൻതൂക്കം നൽകുകയാണ് ഈ ആത്മപരിത്യാഗം. ഈശോ നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ ആചാരങ്ങൾ മാറ്റാനല്ല, എന്നാൽ നമ്മുടെ ആമുഖം മാറ്റാനാണ്. ജീവിതം ഞങ്ങൾക്കുള്ളതല്ല, ദൈവത്തിനായുള്ളതാണെന്ന് തിരിച്ചറിയാനും. ആ തിരിച്ചറിവിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യവും സന്തോഷവും ഉള്ളതെന്നും അവൻ നമ്മോട് പറഞ്ഞുകൊടുക്കുന്നു. ചിന്തിക്കാൻ വേണ്ടി ഒരു ചെറിയ കഥ. ഒരു സാധാരണ കുടുംബത്തിലെ പിതാവ് പുതുതായി ഒരു മൊബൈൽ ഫോൺ. ഈ നീക്കം വലിയൊരു ആത്മപരിത്യാഗം തന്നെയാണ്. സ്വന്തം ഇഷ്ടങ്ങളെ പിന്നിലാക്കാനും മറ്റൊരാളുടെ നന്മയെ മുൻതൂക്കം നൽകാനും സ്നേഹിതനാകുമ്പോഴാണ് ആത്മപരിത്യാഗത്തിന്റെ യഥാർത്ഥ രൂപം ഉരുവാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസങ്ങളിലൂടെയും ഒരു പ്രധാന ചോദ്യം ഉരുത്തിരിയാറുണ്ട്. എന്റെ ഇഷ്ടമോ ദൈവത്തിന്റെ ഇഷ്ടമോ പ്രധാനമാക്കേണ്ടത് ആരുടേതാണെന്ന്. ദൈവത്തിന്റെ ഇഷ്ടം മുൻപിൽ വയ്ക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആരംഭിക്കുന്നത്. അതിനുശേഷം ഈശോ നമ്മോട് പറയുന്നത് തന്റെ കുരിശുമെടുത്ത് എന്നതാണ്. ജീവിതത്തിലെ ഓരോ കഷ്ടപ്പാടും കുരിശാകില്ല. ക്രിസ്തുവിന്റെ ശിഷ്യനെന്ന നിലയിൽ നമ്മൾ നേരിടേണ്ടിവരുന്ന വിലകളാണ് യഥാർത്ഥ കുരിശ്. സത്യത്തിൽ ഉറച്ചുനിൽക്കുന്ന സമയത്തെ ഒറ്റപ്പെടലോ, ശരിയായതിനു വേണ്ടി പോരാടുമ്പോൾ ലഭിക്കുന്ന അപമാനമോ അപഹാസമോ, അത്രമേൽ തന്നെ ക്ഷമയും സ്നേഹവുമാണ് ആവശ്യപ്പെടുന്ന പ്രതികരണങ്ങൾ. ഇവയൊക്കെ നമ്മുടെ കുരിശുകളാണ്. മറ്റൊരു ഉദാഹരണം, ദീർഘകാലത്തെ രോഗമൊന്നും ഒരുപയോഗമില്ലാതെ സഹനത്തോടെയും പ്രാർത്ഥനയോടെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സ്വീകരിക്കുമ്പോൾ അത് ഒരു ജീവിതത്തെ രക്ഷയുടെ പാതയിലേക്ക് നയിക്കുന്ന വിശുദ്ധ കുരിശായി മാറുന്നു. ഈ വചനങ്ങൾ നമ്മെ യാഥാർത്ഥ്യത്തിലേക്കാണ് നയിക്കുന്നത്. ആത്മപരിത്യാഗവും കുരിശു ചുമക്കലുമാണ് ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം. സത്യം ഈശോ നമ്മോട് പങ്കുവയ്ക്കുന്നു. മറ്റൊരാളുടെ കുരിശ് ഏറ്റെടുക്കുക എന്നല്ല അവന്റെ വിളി, മറിച്ച് തന്റെ കുരിശ് ചുമക്കുക എന്നതാണ്.
ഓരോരുത്തർക്കും ദൈവം പ്രത്യേകം അനുവദിച്ചിട്ടുള്ള ചില തീവ്ര സത്യങ്ങളുണ്ട്. വേദനകൾ, ഉത്തരവാദിത്തങ്ങൾ, കാത്തിരിപ്പുകൾ, ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ തന്നെ അനുഭവിക്കുന്ന ആന്തരിക പോരാട്ടങ്ങൾ. അവയെല്ലാം ഒരുപക്ഷെ സന്തോഷത്തോടെയല്ലെങ്കിലും സമാധാനപൂർവം സ്വീകരിക്കേണ്ടതാണ്. കാരണം ആ കുരിശുകൾക്ക് ദൈവിക ലക്ഷ്യങ്ങളുണ്ട്. അവ നമ്മെ രൂപപ്പെടുത്തും, നമ്മുടെ ഹൃദയം പരിശുദ്ധിയിലേക്കും ദൈവസന്നിധിയിലേക്കും നയിക്കും. ഇനി ഈശോ പറയുന്ന മൂന്നാമത്തേത്, എന്നെ അനുഗമിക്കട്ടെ. അതാണ് യേശുവിന്റെ വിളിയിൽ ഏറ്റവും ആഴമുള്ളതും പ്രധാനവുമായ ഘടകം. അവൻ നമ്മെ നിശ്ചലമായ വേദനയിൽ ആക്കിത്തള്ളാൻ വിളിക്കുന്നില്ല, മറിച്ച് കുരിശ് ചുമന്നുകൊണ്ട് അവനെ പിന്തുടരാൻ, ആ യാത്രയിലൂടെ മുന്നോട്ടു പോവാൻ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ യാത്ര ഒരു സഞ്ചാരം മാത്രമല്ല, അത് യേശുവിന്റെ കാൽപ്പാടുകളിൽ നടക്കുന്ന അതിമനോഹരമായ അനുഗമനമാണ്. കുരിശിന്റെ ഭാരം കുറയ്ക്കാനായി നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് കുരിശിലേക്കല്ല, അവൻ തന്നെ ഗാഗുൽത്ത മല കയറിയ ഈശോയുടെ മുഖത്തേക്കാണ്. അവിടെയാണ് നമ്മുടെ കരുത്തും ശാന്തിയും പുതുക്കപ്പെടുന്നത്. ഇതോടൊപ്പം ഈശോ വെളിപ്പെടുത്തുന്ന വലിയ സത്യം മറ്റൊന്നാണ്. താൻ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നവർ ഒരു വിത്തിന്റെ ജീവിതം നമ്മെ അങ്ങേയറ്റം അനുഭവപാഠം പഠിപ്പിക്കുന്നു. അതിന്റെ സുരക്ഷിതത്വം നിലനിർത്താൻ ഒരു പാത്രത്തിൽ പതിയെ സൂക്ഷിച്ചാൽ അതിന്റെ ആന്തരിക ശേഷിയും ഭാവിയുമെല്ലാം അവിടെ തന്നെ ചാവും. പക്ഷേ അത് വിത്ത് മണ്ണിൽ വീണു അഴുകുമ്പോഴാണ് അതിൽ നിന്നൊരു പുതിയ ജീവിതം ഉദിക്കുന്നത്, ചെടിയായി വളർന്ന് അനേകം ഫലങ്ങൾ നൽകുന്നവൻ. നമ്മുടെയും ജീവിതം അതുപോലെ തന്നെയാണ്. സ്വാർത്ഥതയുടെ ചട്ടക്കൂടിനകത്ത് കഴിയാതെ ദൈവത്തിന്റെയും നമ്മുടെ സഹജീവികളുടെയും നന്മയ്ക്കായി നമ്മളെ ത്യജിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആത്മാർത്ഥമായ ജീവിതം നിലനിൽക്കുന്നത്. ലോകമൊട്ടുവും സ്വന്തമാക്കിയാലും അതിനു പകരം ആത്മാവിന്റെ സമാധാനവും ദൈവവുമായുള്ള ആത്മബന്ധവും നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ ജയം എവിടെയാണ്? ഇവിടെ നിന്നുതന്നെ നിയമാവർത്തന പുസ്തകവും സുവിശേഷവും മനോഹരമായി ഒരുമിച്ചു ചേർന്നു പോകുന്നു. നിയമാവർത്തനം നമ്മോടുള്ള ദൈവസ്നേഹത്തെ ഓർക്കിച്ചു നമ്മെ അനുഗമിക്കാൻ വിളിക്കുന്നു. അത്ഭുതങ്ങൾ കാഴ്ചവച്ച ശക്തനായ പ്രഭുവിനെ. അതിനു മുൻപിൽ അർഹതയുള്ള ആത്മവിശ്വാസമുണ്ടാകുന്നു. സുവിശേഷം നമ്മോട് പറയുന്നു, ഈ അനുഗമനം എങ്ങനെയാകണം? സ്വയം പരിത്യജിച്ച് ഓരോരുത്തർക്കും നിയോഗിച്ചിരിക്കുന്ന കുരിശുകളുമായി പരിശുദ്ധൻ മുന്നിൽ കുതിച്ചോടിയ പോലെ അവന്റെ പിന്നാലെ നിലകൊണ്ട്. ഒന്നാം വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ഒരു നിമിഷവും നമ്മെ ഉപേക്ഷിക്കാത്തവനാണ് എന്ന സത്യത്തിൽ അടിയുറച്ച വിശ്വാസം രൂപപ്പെടുക എന്നതിൻ്റെ ഒരു നിമിഷം നിശബ്ദതയിൽ ചെന്ന് ചിന്തിക്കുക. ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും കനം ചേർന്ന കുരിശേതാണ്? അത് നിങ്ങളെ ശാരീരികമായി തളർത്തുന്ന രോഗമാകാം, മനസ്സിൽ ഭാരം ചേർക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, ഹൃദയം പൊട്ടിച്ച ഒരു ബന്ധമാകാമോ, അഥവാ ക്ഷമിക്കാൻ കഴിയാത്ത ഒരാളുമായുള്ള തെറ്റിദ്ധാരണ ആകാം. ആ കുരിശിനെ മനസ്സിൽ നിരൂപിച്ച് തിരിച്ചറിയുക. പിന്നെ മോശയുടെ വാക്കുകൾ സ്മരിപ്പിക്കുക. ദൈവം നിങ്ങളുടെ ഭൂതകാലത്തിൽ ചെയ്ത ഓടിച്ചെറിയ ഒരു നന്മയെങ്കിലും, അത്ഭുതമെങ്കിലും, അനുഗ്രഹവുമെങ്കിലും, അത് എത്ര ചെറുതായാലും അതിന്റെ ഓർമ്മ നിങ്ങൾക്ക് താങ്ങാവുന്ന കരുത്തായി മാറും. ആ ഓർമ്മയുടെ പ്രകാശത്തിൽ ഇന്ന് തിരിച്ചറിയുന്ന ആ കുരിശ് അങ്ങയുടെ ഹൃദയത്തിൽ വച്ച്, ഈശോയെ, ഞാൻ അങ്ങയുടെ കയ്യിലാക്കുന്നു എന്ന് പറയുക. പിന്നെ ശുദ്ധമായ മനസ്സോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഈശോയെ, എനിക്കു വേണ്ടി അങ്ങ് ചെയ്ത നന്മകളെ ഞാൻ ഓർക്കുന്നു, നന്ദി പറയുന്നു. ആ വിശ്വാസത്തിൽ ഞാൻ എന്റെ ഈ കുരിശ് അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. അതിനെ സഹിക്കാനുള്ള ശക്തിയും അങ്ങയോടൊപ്പം ഈ യാത്ര അവസാനം വരെ താങ്ങി നിൽക്കാനുള്ള കരുത്തും എനിക്ക് നൽകണമേ. ഇപ്പോഴത്തെ നിമിഷം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണെന്ന് ബോധ്യപ്പെട്ട് കണ്ണുകളടച്ചു ഹൃദയം തുറന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിൽ മനസ്സോടെ ഒരു നിമിഷം കുലുക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം. നീതി നിറഞ്ഞ സ്നേഹത്താൽ തുളുമ്പുന്ന സ്വർഗീയ പിതാവേ, ഇന്നു ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദിവ്യസാന്നിധ്യത്തിനും അതിലൂടെ ലഭിച്ചിരുന്ന സമയങ്ങളിൽ അങ്ങയുടെ പഴയ കരുണാ ഫുട്പ്രിന്റ്സ് ഞങ്ങൾക്ക് പുതിയ പ്രത്യാശയുടെ കാന്തിവിളക്ക് ആകട്ടെ. ഈശോയെ,
അങ്ങയുടെ ശിഷ്യരാകുവാൻ വിളിച്ചിട്ടുള്ള പ്രത്യേകതയ്ക്കും അതിനുവേണ്ടി ജീവിതം മാറ്റാനായി നമ്മെ തയ്യാറാക്കിയ അങ്ങയുടെ ദയയ്ക്കും ഞങ്ങൾ കൃതജ്ഞതപൂർവ്വം നമിക്കുന്നു. ഓരോ കുരിശും പരാതിയില്ലാതെ ഏറ്റെടുക്കാനുള്ള ആത്മബലം, ഓരോ ഘട്ടത്തിലും അങ്ങയെ അനുഗമിക്കാനുള്ള തീഷ്ണത, എല്ലാ സ്വാർത്ഥതകളെയും അഹംഭാവത്തെയും വിട്ടുകളയാനുള്ള ധൈര്യം, ഇതെല്ലാം ഞങ്ങൾക്ക് ആഗ്രഹത്തോടെ യാചിക്കുന്നു. ഈ വചന സന്ദേശം കേൾക്കുന്ന ഓരോ ഹൃദയത്തിലും കർത്താവേ, കാഴ്ചയിലെ തിരസ്കാരങ്ങൾ മാറ്റിക്കൊണ്ടുള്ള കൃപയുടെ സ്പർശം നിറയ്ക്കണമേ. രോഗികളിൽ ആരോഗ്യം, കടബാധിതർക്കായി ആശ്വാസം, തകരായ ബന്ധങ്ങളിൽ പുനരാകരണം, ഏകാന്തരായവർക്കായി അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ഗാഢമായ അനുഭവം, ഈ എല്ലാവർക്കും അങ്ങയുടെ കരുണയുടെ കനിവ് നിറക്കട്ടെ. ശ്രദ്ധയോടെ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന കരുണയുടെ ദൈവമേ, നമ്മെ മുഴുവൻ ഹൃദയത്തോടെ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ഭയങ്ങൾക്കും സംശയങ്ങൾക്കും നടുവിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ ആശ്വാസം തേടുന്നു. അങ്ങ് സർവശക്തിയുള്ളവനും സ്നേഹത്തിലും ദയയിലും അതിരില്ലാത്തവനും ആകയാൽ പിതാവായി സംരക്ഷിക്കുമാറും പുത്രനായി നമ്മെ വഴിനടത്തുമാറും പരിശുദ്ധാത്മാവായി ആത്മാവിൽ വിശുദ്ധത നിറയ്ക്കുമാറും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം ഓരോ ഹൃദയത്തിലും സമാധാനവും സന്തോഷവും ഒഴുകി